ഓരോ വീടും ഓരോ വ്യക്തിയും കൊടുത്തതാണ്. നിജേഷിലേക്ക് വരാം. അല്ല, നിജേഷിന്റെ സമയത്ത് നിജേഷിലേക്ക് ഇപ്പൊ വരും. എത്ര രൂപ പിരിച്ചു, ആ പൈസയിൽ വീട് നിർമ്മിച്ച കണക്ക് പറയണം. ഒരു ചങ്ങാതി ഒരു പാർട്ടിയുടെ ലെയറിൽ വന്ന് നിങ്ങൾക്ക് വൈകുന്നേരത്തെ ചർച്ചയിൽ ഞാൻ ചോദിക്കട്ടെ, സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് ഈ ഒരു കാര്യം മറുപടി പറയാം. ഇത് പോലുമില്ലാത്ത ഓരോ ചങ്ങാതിമാരെ അല്ല നിജേഷ്, അങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. ഒരു മിനിറ്റ് രണ്ടുപേരും. നിജേഷ് ഷാനിബ് ഒരു മിനിറ്റ്. നമ്മുടെ അതിഥിയാണ് ഷാനിബ്. അതുകൊണ്ട് ഷാനിബിന് മേൽവിലാസമില്ല എന്നൊന്നും ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് വാദം ഖണ്ഡിക്കാനുള്ള വാദങ്ങൾ പറയാമെന്നല്ലാതെ നമ്മൾ അതിഥിയായി വിളിച്ച ഒരാൾക്ക് മേൽവിലാസമില്ല എന്ന് ആക്ഷേപിക്കരുത്. സമയം തരും. ഷാനിബിന്റെ സമയം കഴിഞ്ഞു. ഇനി നിജേഷ് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞു ഒന്നാം പ്രളയ തട്ടിപ്പ് അല്ലെ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ഞാൻ 30 സെക്കൻഡ് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സംസാരം നിർത്താം. ഒരൊറ്റ ചോദ്യം കൂടെ നിജേഷ്. എനിക്ക് പിന്നെ മേൽവിലാസമില്ല. എനിക്ക് നിജേഷ് ഒരു മിനിറ്റ്. ഷാനിബിന് ഒരു 30 സെക്കൻഡ് കൂടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമുണ്ട്. ഷാനിബ് ചോദിച്ചോളൂ പെട്ടെന്ന്. ഒരൊറ്റ ചോദ്യം. ഓക്കെ. നിങ്ങൾ തുടക്കം മുതൽ പറയുന്നത് വി.ഡി. സതീശനെ തകർക്കാൻ വേണ്ടി CPM ഉണ്ടാക്കുന്ന കഥയാണ്. വി.ഡി. സതീശനെ UDF തകർക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റാണ് അങ്ങ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചർച്ചയിൽ മറുപടി പറയൂ. നിങ്ങൾ ഈ പറയുന്ന വിദേശത്ത് നിന്ന് പിരിച്ച പണം 500 പൗണ്ട് എന്ന് പറയുന്നതിന് തെളിവുണ്ട്. ബാക്കി പിരിച്ചതിനൊന്നും തെളിവില്ല. ആ പിരിച്ച പണം നിങ്ങൾ എവിടെ ചെലവഴിച്ചു, ആർക്ക് കൊടുത്തു, എന്തൊക്കെ ചെയ്തു? ചോദ്യം വ്യക്തമാണ്. നിജേഷ് മറുപടി പറയാം. ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ടോ, ആ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിന് ചോദ്യം. നിജേഷിന് മറുപടി പറയാം. നമ്പർ 1, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മോനെ, നീയല്ല, നിങ്ങളുടെ സാക്ഷാൽ സംവിധാനമുണ്ടല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചാൽ ഈ ഒരു ചർച്ചയിൽ എന്റെ വ്യക്തിപരമായിട്ട് നീ എന്നും നിജേഷ് നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നീ എന്നൊക്കെ നിജേഷിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ സാധിക്കില്ല. അവിടെ CPM-ന്റെ കൂടെ നിൽക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം. നീ എന്നൊക്കെ നിജേഷ് സംസാരിക്കട്ടെ പ്ലീസ്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ.